സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ പോസ്റ്റ് കൃത്യമായി അത് പോസ്റ്റ് ചെയ്ത അയാളുടെ വിശദവിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങളൊന്നും പറയാതെ തന്നെ നമുക്ക് ആ പോസ്റ്റിൻ്റെ ആ ഉള്ളടക്കത്തിലേക്ക് പോയാൽ, യൂറോപ്പിൽ നിന്ന് അവധിക്ക് കേരളത്തിലെത്തിയ ഒരു വ്യക്തി, അയാൾ കുടുംബസമേതം കേരളത്തിൽ അവധിക്കാലത്തിന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എത്തിയപ്പോൾ, അപ്പോൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മൂത്രത്തിലൂടെ രക്തം പോവുക, കഠിനമായ വേദന, ഈ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അത് കൂടുതൽ വെള്ളം കുടിച്ചപ്പോൾ തൽക്കാലമായിട്ട് അത് മാറി. അങ്ങനെ കേരളത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ ചെക്കപ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം പോവുകയും അങ്ങനെ ഡോക്ടർ പരിശോധനകൾക്ക് ശേഷം അദ്ദേഹത്തിന് 2 ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തു. അന്ന് പ്രോസ്റ്റേറ്റ് സ്കാനും അതുപോലെ തന്നെ PSA എന്ന രക്തപരിശോധനയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന രക്തപരിശോധനയും അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ സ്കാനുമാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. അത് ആ നഗരത്തിൽ തന്നെയുള്ള പ്രശസ്തമായ ഒരു ലാബിൽ പോയി ഇദ്ദേഹം അത് നടത്തി. അടുത്ത ദിവസം റിസൾട്ട് ഡോക്ടറുടെ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കിയതിന് ശേഷം പറഞ്ഞു, നിങ്ങളുടെ പ്രോസ്റ്റേറ്റിന് എൻലാർജ്മെൻ്റ് ഉണ്ട്, ഇപ്പോൾ അത് 45 സൈസിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് ടെസ്റ്റിങ്ങിൽ അതുപോലെ PSA ലെവല് 6.4 ആയി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സർജറി, ഒരു ലാപ്രോസ്കോപ്പിക് സർജറി ആവശ്യമാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നടത്തണം. അപ്പോൾ അത് നടത്തുന്നതിനുള്ള ചാർജസ്, ഡോക്ടറുടെ ചാർജസ് 65,000 രൂപയാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആശുപത്രി ചെലവുകളും വരുമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ആ ഓപ്പറേഷൻ, ആ സർജറി അവിടെ വെച്ച് നടത്തിയില്ല. കാരണം അദ്ദേഹത്തിന് അദ്ദേഹമുള്ള യൂറോപ്യൻ രാജ്യത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, അദ്ദേഹം സ്വിറ്റ്സർലൻഡിലുള്ള അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം തന്നെ പണച്ചെലവില്ലാതെ നടക്കും. അതുകൊണ്ട് പുള്ളി തിരിച്ചു പോയിട്ട് ഉടനെ തന്നെ അവിടുത്തെ പ്രശസ്തനായ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ആ യൂറോളജിസ്റ്റും ഇതേ ടെസ്റ്റുകൾ തന്നെയാണ് നടത്താൻ പറഞ്ഞത്. സ്കാനിങ് നടത്താൻ ആവശ്യപ്പെട്ടു. പ്രോസ്റ്റേറ്റ് സ്കാൻ നടത്തി, അതുപോലെ തന്നെ PSA ടെസ്റ്റും നടത്തി. പക്ഷെ അവിടെ ലഭിച്ച റിസൾട്ട് ഇവിടെ ലഭിച്ച റിസൾട്ടുമായിട്ട് വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ പ്രോസ്റ്റേറ്റ് സൈസ് വളരെ കുറവായിരുന്നു, 34 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ PSA ടെസ്റ്റിൽ വന്ന റിസൾട്ട്, ബ്ലഡ് റിസൾട്ട് 2.4 ആണ്. അപ്പോൾ നോർമലി 2.5 വരെയാണ് 60 വയസ്സിന് മുമ്പുള്ള ആളുകളുടെ ബ്ലഡ് PSA കൗണ്ട് ഉണ്ടാവേണ്ടത്. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞാൽ അത് 4 വരെയായിട്ട് വരാം. അപ്പോൾ ആ പരിശോധനയിൽ ഇദ്ദേഹത്തിൻ്റെ റിസൾട്ടുകളെല്ലാം നോർമലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചികിത്സയുടെ ആവശ്യം വന്നില്ല, സർജറിയുടെ ആവശ്യം വന്നില്ല. സർജറിയുടെ ആവശ്യം വരാതെ തന്നെ അദ്ദേഹത്തിന് രോഗം ഭേദമാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അദ്ദേഹം എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഈ പ്രവാസിയായിട്ടുള്ള ഇന്ത്യക്കാരൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. കാരണം ഈ തരത്തിൽ റിസൾട്ടുകൾ തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ചികിത്സിക്കുന്ന ഡോക്ടർ ആ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൂടുതൽ ചികിത്സാവിധികൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ നിന്നുള്ള യൂറോളജിസ്റ്റ് പറഞ്ഞ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ റിസൾട്ടാണുള്ളതെങ്കിൽ, അദ്ദേഹത്തിന് ഈ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സർജറി ആവശ്യമാണെന്ന് പറയും. അപ്പോൾ ഇത്തരം ലാബുകളിലെ റിസൾട്ടുകൾ ആക്യുറേറ്റ് ആണോ അല്ലെങ്കിൽ അത് കൃത്യമാണോ എന്നറിയുന്നതിനുള്ള
അതുപോലെ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതിനും അതുപോലെ കൃത്യമായിട്ടുള്ള ചികിത്സാവിധികൾ ഉണ്ടാവുന്നതിനുള്ള സംവിധാനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ അല്ല അബദ്ധത്തിൽ സംഭവിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട്സ് വരുമ്പോൾ അത് രോഗിയുടെ ജീവനെ തന്നെ ചിലപ്പോൾ അപകടത്തിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അധികാരികൾ ഈ കാര്യത്തിൽ, അതായത് ക്ലിനിക്കൽ ലാബുകളുടെ പ്രവർത്തനം അതിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് ആണോ വരുന്നത്, അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതുപോലെ ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വം ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ ഈ തെറ്റായ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു സർജറി ചെയ്യേണ്ടി വരികയായിരുന്നുണ്ടെങ്കിൽ ആ സർജറി തന്നെ തികച്ചും അനാവശ്യമാണ്. അതുപോലെ അത് ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ വളരെയധികം സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതിൽ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ നേരത്തെയൊക്കെ ഈ സ്റ്റെൻറ്റ്, ഹാർട്ടിൻ്റെ സ്റ്റെൻറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ തോതിൽ നമ്മൾ അത് വളരെ വില കൂട്ടി വാങ്ങിയിരുന്ന പല ഇൻസിഡൻസൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ധാരാളം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിനിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം കൃത്യമായിട്ടും ആവശ്യമാണ്. നമുക്ക് മെഡിക്കൽ അനുബന്ധ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന, ശരീരത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ, സ്റ്റെൻറ്റുകൾ, അതുപോലുള്ള മറ്റു വസ്തുക്കൾ, അതുപോലെ രോഗിക്ക് ആവശ്യമായിട്ട് വരുന്ന മറ്റ് ഉപകരണങ്ങൾ, ഇവയെല്ലാം തന്നെ അതിൻ്റെ ഗുണനിലവാരവും അതുപോലെ അതിൻ്റെ വില നിലവാരവും നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ ലാബുകളിൽ നിന്നുള്ള കിട്ടുന്ന സേവനങ്ങൾ അത് കുറ്റമറ്റതാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ തെറ്റായ ലാബ് റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഡയഗ്നോസിലേക്ക് ഡോക്ടർമാർ പോകേണ്ടി വരും. അത് ഫലം അനുഭവിക്കേണ്ടി വരുന്നത് രോഗികളാണ്. അപ്പോൾ ഈ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണം. മിക്കവാറും നമ്മൾ ഏതെങ്കിലും ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമതൊരു അഭിപ്രായം കൂടി തേടുന്നത് ആവശ്യമാണ് എന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്.